നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബഹുമാനപ്പെട്ട റെക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പുറം വിലച്ച മറ്റ് വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനമാണിന്ന്. ആയിരക്കണക്കിന് ഭക്തർ ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ വരികയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ കുംഭസാരം എന്ന കുദാശ സ്വീകരിക്കുകയുമെല്ലാം ചെയ്തു. ഇത്ര സമുജ്വലമായ രീതിയിൽ പരിശുദ്ധ കുർബാനയും പാപമോചനം ലഭിക്കാനുള്ള ക്രമീകരണവും ഉള്ള സ്ഥലം താരതമ്യേന കുറവാണ്. തുടർച്ചയായിട്ട് കേരള കത്തോലിക്ക സഭയിലെ 3 വ്യക്തിസഭകളിലും പെട്ട സഭാതലവന്മാർ, പിതാക്കന്മാരെല്ലാം മാറി മാറി വന്ന് പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിച്ചു. എല്ലാം ക്രമബദ്ധമായ രീതിയിൽ മുൻകൂട്ടി ഒരുക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഇന്ന് 10:30 മണിക്ക് നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പ് റഫായേൽ തട്ടിൽ മെത്രാപ്പോലീത്ത പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് സന്ദേശം നൽകുന്നത്. അൽഫോൻസാമ്മയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 80ാം അനുസ്മരണമാണ്, വർഷമാണ് ഇന്ന്. 1946 മുതൽ 2026 വരെയുള്ള ആ ജീവിത കാലഘട്ടത്തിൽ അമ്മ നമ്മളോട് സംസാരിച്ച വഴികൾ വളരെ വ്യത്യസ്തമാണ്. അമ്മയെ വാഴ്ത്തപ്പെട്ടവളായും 1986 പിന്നീട് 2008 ഒക്ടോബർ 12 വിശുദ്ധയായും പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കുടമാളൂരും ഭരണജ്ഞാനവും മുട്ടുചിറയുമെല്ലാം കർത്താവിൻ്റെ കൃപ അമ്മയിലൂടെ ഏറ്റുവാങ്ങുന്ന വലിയ കേന്ദ്രങ്ങളായിട്ട് മാറി. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് ഒരു പ്രഭാഷണത്തിൽ ഒരിക്കൽ പറഞ്ഞു, സുവിശേഷങ്ങളിൽ ഈശോയുടെ സഹനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ വലിയ ആഴ്ചത്തെ ലിറ്റർജി ക്രമീകരണത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ഈശോയുടെ പീഡാസഹന വിവരണങ്ങൾ സുവിശേഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് എന്ന്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളൊരു ലക്ഷണറി വായന ക്രമീകരിക്കുന്നതിലോ സുവിശേഷ വ്യാഖ്യാനം നടത്തുന്നതിലോ അർത്ഥമില്ല എന്ന്. ഓൾ പെർവെയ്ഡിങ് ആയിട്ടുള്ള സുവിശേഷത്തെ മുഴുവനും വിശ്വാസികളിലേക്ക് എത്തിക്കേണ്ട ഉപകരണമാണ് ഈശോയുടെ സഹനത്തെക്കുറിച്ചുള്ള തിരുവചനങ്ങളെന്ന്. അൽഫോൻസാമ്മയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അൽഫോൻസാമ്മ പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞ തിരുവചന വ്യാഖ്യാനത്തിൻ്റെ ഈ സമഗ്ര മുഖം ജീവിതത്തിൽ കണ്ടെത്തിയ ആളാണ്.
അമ്മയുടെ സൂക്തങ്ങൾ, സാധാരണ വാക്കുകൾ എല്ലാം ഈ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനമാണ്. അമ്മ ശരിക്കും ഈ ലോകത്തിലെ തിന്മകൾക്ക് എതിരായിട്ട് പോരാടിയത് അമ്മയുടെ സഹനം വഴിയാണ്. അമ്മ ഫിഷർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യവർഗത്തെ പിടിച്ചെടുത്ത മുക്കവൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ്. അത് ലോകത്തിലെ തിന്മകളിൽ നിന്ന് ജനങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി അടിസ്ഥാനമായ കാര്യം നമ്മൾ കെറിഗ്മായിലേക്ക് പ്രവേശിക്കുക എന്നതാണ്, പ്രഘോഷണത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. തിരുവചനം നിരന്തരമായിട്ട് പ്രഘോഷിക്കപ്പെടേണ്ട ഇടമായിട്ട് ഇവിടെ മാറണം. പരിശുദ്ധ ലിയോ മാർപ്പാപ്പ സ്പെയിൻ സന്ദർശിച്ചപ്പോഴും ഊന്നൽ കൊടുത്ത് പറഞ്ഞ ഒരു കാര്യം, കെറിഗ്മായിലേക്ക് നമ്മളെല്ലാവരും നീങ്ങണം. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവത്തിലേക്ക് നമ്മളൊന്നുകൂടെ ഇറങ്ങിച്ചെല്ലണം എന്ന്. അപ്പോൾ നമുക്ക് കുറേ കൂടെ സുവിശേഷത്തിൻ്റെ ആ സുന്ദരമായ മുഖം എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കും. പ്രൊഫ്യൂമി ദി വഞ്ചേല്ലോ എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ സുവിശേഷത്തിൻ്റെ ആത്മീയ സുഗന്ധം, ആ സുഗന്ധമാണ് അമ്മ നമ്മളിലൂടെ, ജീവിതത്തിലൂടെ ഇന്നും ഇവിടെയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ സുഗന്ധം നമ്മൾ മറക്കാതിരിക്കാൻ ലിയോ മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞു, നമ്മൾ വിശുദ്ധന്മാരെ കൂട്ടുപിടിക്കണം. വിശുദ്ധന്മാരാണ് തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്. വളരെ ചെറുപ്പക്കാരായ രണ്ട് വ്യക്തികളെ വിശുദ്ധ പദവിയിലേക്ക് കൊണ്ടുവന്ന് ജോർജ് ഫ്രസാത്തിയും അക്യൂത്തിസ് കാർലോയും ആ വിശുദ്ധ കുട്ടികളെ നാമകരണം ചെയ്തപ്പോൾ അവരെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പിന്നീട് പ്രസംഗിച്ചു. അവർ സ്വർഗവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഗുരുക്കന്മാരാണ്. ഈ കുട്ടികൾ സ്വർഗവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഗുരുക്കന്മാരാണ്. മജിസ്ട്രി ദൽ റപ്പോർട്ടോ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പിടിവള്ളിയാണ്. ആ ഒരു വലിയ സത്യമാണ് അൽഫോൻസാമ്മ ഇവിടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തെ കാണാനായിട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കണം, കണ്ണുകൾ ഉയർത്തി നോക്കണം. ഒരു മാസം മുമ്പ് പരിശുദ്ധ പിതാവ് സ്പെയിനിൽ വന്നപ്പോഴും പ്രസംഗിച്ച കാര്യം ഹൃദയങ്ങൾ ഉയർത്തുക എന്നതായിരുന്നു. സൂർസും കോർദ, നമ്മുടെ ആരാധനാക്രമത്തിലെല്ലാം നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ, ഹൃദയങ്ങൾ ഉയരട്ടെ എന്നുള്ള ആ പ്രാർത്ഥന തന്നെയാണത്. അവിടെ അന്ന് ലിയോ മാർപ്പാപ്പ പറഞ്ഞു, നമ്മൾ ഭയപ്പെടേണ്ടത് പാപം മാത്രമാണ്. ദൈവവുമായുള്ള നോട്ടത്തിൽ നമുക്ക് തടസ്സം നിൽക്കുന്നത് പാപം മാത്രമാണ്. മറ്റൊന്നിനും ആ നോട്ടത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. വിശുദ്ധന്മാരാകാൻ കുട്ടികളെപ്പോലെ നിഷ്കളങ്കതയോടെ, എളിമയോടെ, ആത്മാർത്ഥതയോടെ ജീവിച്ചാൽ മാത്രം മതി എന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞ കാര്യം നമ്മൾ ഹൃദയത്തിലെടുക്കണം. സുവിശേഷം കൈമാറ്റം ചെയ്യുന്നത് വലിയൊരു ബുൾഡോസർ വർക്കല്ല, അതൊരു വിസ്പറിംഗ് ആണ്, മർമറിങ് അല്ല. മർമറിങ്
കുറ്റപ്പെടുത്തലാണ്. വിസ്പറിങ് നല്ല കാര്യത്തെക്കുറിച്ച് അടുത്തിരിക്കുന്നവരുടെ ചെവിയിൽ പയ്യെ നമ്മൾ കൊടുക്കുന്ന ആ സന്ദേശമാണ്. അങ്ങനെ സുവിശേഷത്തിൻ്റെ വിസ്പറിങ്ങിലൂടെ നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കണം. സുവിശേഷം നമുക്ക് കേൾക്കാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ ഭരണങ്ങാനം അൽഫോൻസ ഷ്രൈന്. മനുഷ്യവർഗത്തിൻ്റെ പുളിമാവായിട്ട് നിൽക്കേണ്ട ഇടമാണിത്. നിത്യസത്യങ്ങൾ തുടർച്ചയായിട്ട് പഠിപ്പിക്കേണ്ട സ്ഥലമാണിത്. മോക്ഷത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നിത്യാനന്ദത്തെക്കുറിച്ചുമെല്ലാമുള്ള പഠനങ്ങളാണ് ഈ ട്യൂമ്പിൽ നിന്ന്, ഈ ഷ്രൈനിൽ നിന്ന് ഉണ്ടാകേണ്ടത്. സുവിശേഷത്തിൻ്റെ തുറവിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണം. ലിയോ മാർപ്പാപ്പ ഫ്രാങ്കേസ എവഞ്ചേലിക്ക, വളരെ എളുപ്പത്തിൽ സുവിശേഷം എല്ലാവർക്കും കേൾക്കാൻ തക്ക വിധമുള്ള ക്രമീകരണങ്ങളാണ് ലോകം മുഴുവനും നടത്തേണ്ടത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. സഭയുടെ നിധി വിശുദ്ധ കുർബാനയാണ്. സഭ സംരക്ഷിക്കുന്നത് ഈശോയുടെ മരണോത്ഥാനമാണ്. വിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത്. സഭ തന്നെയാണ് വിശുദ്ധ കുർബാനയെയും നിർമ്മിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ തിരുനാൾ എല്ലാ നിധികളുടെയും നിധിയായ വിശുദ്ധ കുർബാന നിരന്തരമായിട്ട് അർപ്പിക്കണം എന്നുള്ള ആ ഒരു വലിയ നിർബന്ധം പിടിക്കുന്നതും ഈ കാരണം കൊണ്ടാണ്. വിശുദ്ധ കുർബാന നമ്മളുടെ ഏറ്റവും വലിയ സ്കൂളാണ്. അൽഫോൻസ്യൻ സ്കൂള് എന്ന് പറയുന്നത് ഇവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയും തിരുവചന വ്യാഖ്യാനവുമാണ്. ഒപ്പം പാപമോചനം നേടാനുള്ള സൗകര്യവും. സഭയാകുന്ന ഉദാശിയിലാണ് ഇതെല്ലാം ഇവിടെ നമ്മൾ പരികർമ്മം ചെയ്യുന്നത്. സഭയിൽ നിന്നാണ് ഈ വലിയ കൃപകളെല്ലാം നമ്മൾ എടുക്കുന്നത്. സഭയിൽ നിന്ന് എന്ത് പഠിച്ചുവോ അത് സഭയ്ക്ക് നമ്മൾ വീണ്ടും കൊടുക്കുകയാണ്. ഭരണജ്ഞാനത്ത് വിശുദ്ധ കുർബാനയുടെ ഒരു തിരമാല അടിക്കലാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എത്രയോ ആഘോഷമായ രീതിയിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഈശോയുടെ ഭാഷയായ പരമായ സുറിയാനിയും കുറേയെല്ലാം പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്നതും ഈ കുർബാനയുടെ ഏറ്റവും വലിയ ആധികാരികതയും ആ ഭാഷയുടെ പ്രാധാന്യവും നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കുർബാനയിലൂടെ, ഈ സുവിശേഷ ശ്രവണത്തിലൂടെ നമ്മൾ ഒരൊറ്റ വലിയ വലയാണ് കെട്ടുന്നത്. വല കെട്ടുന്നത് നമ്മളുടെ ശുശ്രൂഷയായിരിക്കണം. നിരന്തരമായിട്ട് നമ്മൾ വലകൾ നന്നാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പ്രവൃത്തികളാകുന്ന വലകൾ സ്നേഹം കൊണ്ട് നിറയപ്പെടേണ്ടതായിട്ടുണ്ട്. വല കെട്ടുന്നത് മറ്റുള്ളവർക്ക് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ്. അഗസ്തീനോസ് പറഞ്ഞു, തെറ്റായ സമൃദ്ധി നമ്മളെ നാശത്തിലേക്ക് നയിക്കും. ട്രാക്ക് തെറ്റി ഓടുന്നവരെ പോലെയാകും. ഈശോയാണ് എല്ലാം. സഭയിലാണ് എല്ലാറ്റിൻ്റെയും അർത്ഥം. ഫീനിസ് ഓംനിയും എക്ലീഷ്യ എന്ന് പിതാക്കന്മാർ പറഞ്ഞല്ലോ. എല്ലാറ്റിൻ്റെയും അർത്ഥം പരിശുദ്ധ സഭയിലാണ്. നിനക്ക് വിശക്കുന്നെങ്കിൽ ദൈവമാണ് നിൻ്റെ അപ്പം. ദാഹിക്കുന്നെങ്കിൽ ദൈവമാണ് ജീവജലം. ഇരുട്ടിലാണെങ്കിൽ
ദൈവമാണ് അസ്തമിക്കാത്ത പ്രകാശം. നിനക്ക് വസ്ത്രമില്ലെങ്കിൽ നിൻ്റെ അമർത്യമായ വസ്ത്രം ദൈവമാണ്. ആ ആത്മീയ ചിന്തയാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഇവിടെ നമ്മൾ എന്നും പ്രഘോഷിക്കുന്നത്. സുവിശേഷത്തിലേക്കുള്ള നിരന്തരമായ ഒരു മനഃശാന്തരം, ഒരു പെർമനൻ്റ് ഓൺഗോയിങ് കൺവേർഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴാണ് സുവിശേഷത്തിലെ ഈശോയുടെ സഹനത്തിൻ്റെ അർത്ഥം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് മരണത്തിൻ്റെ വലിയൊരു മാർക്കറ്റ് ലോകം മുഴുവനുണ്ട്. എല്ലാ മേഖലകളിലും ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഉദ്ധിതൻ്റെ എനർജിയിൽ വിശ്വസിക്കാതിരിക്കാനുള്ള വലിയ പ്രേരണകൾ ഇന്ന് ലോകത്തിലുണ്ട്. പർദീസായിൽ സർപ്പമുണ്ട്, പാമ്പുണ്ട്. എല്ലാ സമൃദ്ധിയും അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇന്ന് ആധുനിക ലോകത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞല്ലോ, നിർമ്മിത ബുദ്ധിയിൽ വിഷാംശമുണ്ട്. ആ വിഷാംശം എടുത്ത് മാറ്റണമെങ്കിൽ അതിനോട് നിരന്തരമായിട്ട് സുവിശേഷം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഏറ്റവും മാരകമായ ദാരിദ്ര്യം ദൈവത്തെ അറിയാതിരിക്കലാണ്. ദൈവമാർപ്പാപ്പയുടെ വാക്കുകളാണ്. ഏറ്റവും മാരകമായ ദാരിദ്ര്യം ദൈവത്തെ അറിയാതിരിക്കലാണ്, സുവിശേഷം കേൾക്കാതിരിക്കുന്നതാണ്, ഞങ്ങളെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ദൈവം അതുവഴി അൺപോപ്പുലറാകുകയാണ്. ഡോഗ്മാകൾ വിസ്മരിക്കപ്പെടുകയാണ്. നിത്യജീവിതത്തെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. സാമ്പത്തിക സമൃദ്ധിയുടെ അടിമകളായിട്ട് പലരും മാറുകയാണ്. ഡിജിറ്റൽ മേഖലയിലെ പൈശാചികത തിരിച്ചറിയാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്താൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ശാലീനതയാണ് ഇവിടെ നമ്മൾ അന്വേഷിക്കുന്നത്. അനീതിയെ പരാജയപ്പെടുത്തുന്ന പങ്കുവെക്കലിലൂടെ സഭ ദാരിദ്ര്യം അവസാനിപ്പിക്കണം. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് ഈശോ പറഞ്ഞല്ലോ. നമ്മളാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. നിലത്ത് വീണ് അഴിയുമ്പോൾ മാത്രമാണ് ഈ ഭക്ഷണം കൊടുക്കലിൽ നമ്മൾ പങ്കുകാരാകുന്നത്. നിലത്ത് വീണ് അഴിയാത്ത വിത്ത് അതുപോലെ ഇരിക്കുകയാണ്. ആർക്കും ഒരു ഗുണവും കിട്ടുന്നില്ല. അഴിഞ്ഞാൽ അത് മണ്ണിനോട് ചേർന്ന് പുത്തൻ വിളവ് നൽകുകയാണ്. ഈശോ തന്നെക്കുറിച്ചാണത് പറഞ്ഞത്. നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. ഈശോ നിലത്ത് വീണ് അഴിഞ്ഞവനാണ്, സഹനം ഏറ്റുവാങ്ങിയവനാണ്. ആ അഴിയലിലാണ് ഈശോയുടെ ഒരു ധൂർത്തടിക്കൽ ഈശോയ്ക്കുണ്ടായിരുന്നതെല്ലാം നമുക്ക് വേണ്ടി തന്നത്. പണ്ഡിതനായ ബോബ് ഡിലോൺ ഒരു പുസ്തകത്തിൽ ഈ അടുത്ത നാളിൽ എഴുതി, പെയിൻ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ പീപ്പിൾ. വേദനകളും സഹനങ്ങളുമാണ് ഒരു വ്യക്തിക്കുള്ളിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പെയിൻ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ പീപ്പിൾ. അൽഫോൻസാമ അതാണ്. സഹനം വഴി നിലത്ത് വീണ് അഴിഞ്ഞ ആ വ്യക്തി നമുക്ക് മനുഷ്യനിലുള്ള ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചു. അതാണ് സഹനത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ കണ്ണുകൾ ഉയർത്തി ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ മാത്രം മതി. അതിന് നമ്മൾ
നിരന്തരമായിട്ട് പ്രഘോഷണം നടത്തണം. ദൈവവചനത്തെക്കുറിച്ച് പറയണം. വിതയും കൊയ്ത്തും ഒന്നിച്ച് നടക്കേണ്ടതാണ്. ഈ ശിഷ്യന്മാരോട് ആ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, 4 മാസം കഴിയുമ്പോൾ വിളവെടുക്കാറാകും. കർത്താവ് പറഞ്ഞു, അത് നിങ്ങളുടെ കണക്കുകൂട്ടലാണ്. നിങ്ങളിപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കുക, വിളവ് വിളഞ്ഞു കിടക്കുന്ന ഭൂമി നിങ്ങൾക്ക് കാണാം. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവവചനം കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ കാതോർത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം അതാണ് കർത്താവ് പറഞ്ഞത്. വിളഞ്ഞു കിടക്കുകയാണ്, ആളുകൾ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ കണക്ക് കൂട്ടി 4 മാസം കഴിയട്ടെ, അടുത്ത കൊല്ലം വരട്ടെ. ഇതെല്ലാം തെറ്റായ കണക്ക് കൂട്ടലുകളാണ്. നിരന്തരമായിട്ട് പ്രഘോഷിക്കണം ദൈവത്തിൻ്റെ വചനം. നമ്മൾ ദൈവവചനം പലപ്പോഴും അടച്ചു വച്ചിരിക്കുകയാണ്, ട്യൂമ്പിലാക്കി വച്ചിരിക്കുകയാണ്. ട്യൂമ്പ് തുറക്കാനായിട്ട്, അതിൻ്റെ മഹത്വം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. അവിടെയെല്ലാം നമ്മൾ അഭിമാനബോധത്തോടു കൂടി നമ്മുടെ വിശ്വാസത്തെ ഉൾക്കൊള്ളാനും അത് നിരന്തരമായിട്ട് പ്രഘോഷിക്കാനും സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഈ ട്യൂമ്പിൽ വരുമ്പോൾ തുറക്കപ്പെടുന്ന അലബാസ്റ്റർ ജാറായിട്ട് മാറണം. ആ മേൽത്തരം നാർദീൻ സമൃദ്ധമായിട്ട് ഒഴുക്കപ്പെട്ടു. അതിൻ്റെ ഒരു ഗന്ധം, അതാണ് സുവിശേഷം സംരക്ഷിക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ അൽഫോൻസാമയുടെ ഖബറിന് ചുറ്റുമായിരിക്കുമ്പോഴും നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ നാർദീൻ ചെപ്പിൻ്റെ ആധ്യാത്മിക സൗരഭ്യമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നാനാജാതി മതസ്ഥർ ഈ ട്യൂമ്പിലേക്ക് ഓടി കൂടുന്നത്. ഇവിടെ വരുമ്പോൾ ഈശോയുടെ ഒരു ഗന്ധമുണ്ട്, ദൈവത്തിൻ്റെ ഒരു അനുഭവമുണ്ട്, പാപം മോചിക്കപ്പെടുന്നു എന്നൊരു സംതൃപ്തിയുണ്ട്. ആഘോഷമായ രീതിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നല്ലോ എന്നുള്ള വിചാരമുണ്ട്. പെയിൻ, സഫറിങ്സ് എന്താണെന്ന് കണ്ടെത്തുകയും അത് സുവിശേഷത്തിൻ്റെ കാതലാണെന്ന് പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞ ആ കാര്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്ത വ്യക്തിയാണ് അൽഫോൻസാമ. അതുകൊണ്ടാണ് അമ്മ ഇന്ന് ബെസ്റ്റ്, എല്ലാം നല്ല ഭാഗം തിരഞ്ഞെടുത്ത വ്യക്തിയായിട്ട് ഏക കാര്യം നെസസറി ആയിട്ടുള്ളത് അതാണ്. അത്യാവശ്യമായിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈശോയുടെ പദാന്തികത്തെങ്കിൽ ഇരിക്കുക, വചനം കേൾക്കുക. ഒപ്റ്റിമം പാർത്തം എലേജിത്, ദ ബെസ്റ്റ് പാർട്ട് തിരഞ്ഞെടുത്തു. ഈശോയെ കേൾക്കുമ്പോൾ, ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ, ഈ പുണ്യ ഖബറിൻ്റെ ചുറ്റുമായിരിക്കുമ്പോഴും അതാണ്. നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ബെസ്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതാണ്. ഇവിടെ വന്ന് ഈ ഖബറെങ്കിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് നമുക്ക് വർത്തമാനം പറയണമെന്നുള്ള ആ കാര്യം. അപ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം അർത്ഥം മനസ്സിലാകും. ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഫോൻസാമയുടെ ചുറ്റും സുവിശേഷത്തിൻ്റെ കാതലായ ഈശോയുടെ സഹനത്തെക്കുറിച്ചും അത് ജീവിതത്തിൽ ഒപ്പിയെടുത്ത അമ്മയെക്കുറിച്ചും നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഈ ദേശവുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട്. അമ്മയുടെ ഓർമ്മ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഓർമ്മയല്ല, ഇത് സഭയുടെ ഓർമ്മയാണ്. ഈ ഖബറുടെ ദേവാലയം, ഈ വലിയ പള്ളി, FCC കോൺവെൻറ്റ്, സെൻറ്റ് മേരീസ് താഴത്തെ ഫൊറോന പള്ളി, അൽഫോൻസ ഗവേഷണ കേന്ദ്രം, മുട്ടുചെറിയിലെ അൽഫോൻസാമയുടെ കേന്ദ്രം, അമ്മ ജനിച്ച വീട്, അമ്മ വളർന്ന വീട്, ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട
കാര്യമാണ്. ആ കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചരിത്രപരമായിട്ട് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്. അവർ വൂണ്ട്സ് ആർ ഇൻറ്റിമേറ്റ് ടു അസ്. നമ്മുടെ മുറിപ്പാടുകളാണ് നമുക്ക് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത്. നമ്മളുടെ വേദനകളാണ് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളത്, ഉള്ളിലുള്ളത്, മറ്റാർക്കും ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാത്തത്. ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വൂണ്ട്സ്, അതിൻ്റെ അർത്ഥമാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. എത്രയോ വേദനകളുമായിട്ടാണ് ഓരോ വ്യക്തിയും ഇന്ന് നമ്മുടെ സഭയും കടന്നു പോകുന്നത്. വളരെയേറെ സഹിക്കുന്ന ഒരു സഭയായിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണ്. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. പൂർണ്ണമായ കുർബാന അതിൻ്റെ ആഘോഷമായ രീതിയിൽ അർപ്പിക്കപ്പെടാനുള്ള കൃപ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, സിനഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് പരികർമ്മം ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് പറയുന്നതല്ല. എല്ലാ പ്രദേശങ്ങളിലും അപൂർണതകൾ വിളയാടുന്നുണ്ട്, പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട്. ദൈവാരാധനയോട് വേണ്ടതായ ആഴമായ സമീപനം പുലർത്താത്ത അനേകർ എല്ലാ പ്രദേശത്തുമുണ്ട്. അതിനെല്ലാമുള്ള ഒരു ഉത്തരമായിട്ട് അമ്മയുടെ ഈ തുമ്പ്, ഇവിടെ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ ലോകത്തൊക്കെ വലിയ മൂവ്മെൻറ്റ്സ് അത്തരത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് 16-ാം നൂറ്റാണ്ടിൽ ഫിലിപ്പ് നേരിയുടെ ഓറട്ടറി എന്നൊരു പാരമ്പര്യമാണ്. ആ ഓറട്ടറി ജനങ്ങളെ കൂട്ടാൻ, യുവാക്കന്മാരെ സംഘടിപ്പിക്കാൻ, വിശ്വാസം പ്രഘോഷിക്കാൻ, സോഷ്യൽ ഗ്രേസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ ചേർത്ത് നിർത്താനൊക്കെയുള്ള സംവിധാനമാണ്. അത് റോമിൽ ഇന്നും ശക്തമായിട്ട് ഫിലിപ്പ് നേരിയുടെ പേരിലും മറ്റനേക സ്ഥലത്തുമുണ്ട്. ഇംഗ്ലണ്ടിൽ ബർമിംഗ്ഹാമിൽ വിശുദ്ധനായ ജോൺ ഹെൻറി ന്യൂമാൻ്റെ വലിയൊരു ഓറട്ടറി ഉണ്ട്. വലിയൊരു മൂവ്മെൻറ്റ്, ഓക്സ്ഫോർഡ് മൂവ്മെൻ്റ് എന്ന പേരിൽ, ന്യൂമാൻ്റെ പേരിൽ അന്നും ഇന്നും അത് ദൈവശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഡോൺ ബോസ്കോയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾ നടന്നു. അതെല്ലാം സഭയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ സഭയുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ കാണുന്ന, നമ്മളും അതിൽ ഒരു പരിധിവരെയൊക്കെ പല വേദികളിലും പങ്കുകൊണ്ടു നിൽക്കുന്നവരുമാണ്. നമുക്കങ്ങനെയുള്ള ചില കോൺസെൻട്രേഷൻ ഇവിടെയും ഉണ്ടാകണം. നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മ്യൂസിയം. ആയിരക്കണക്കിന് പുരാതനവും ആധുനികവുമായ കാര്യങ്ങളുള്ള മ്യൂസിയമാണ്. ആ മ്യൂസിയം ഇവിടെ അൽഫോൻസാ ഷ്രൈനിൻ്റെ ഉത്തരവാദിത്വത്തിൽ നമ്മളടുത്ത മാസം ഇവിടേക്ക് മാറ്റുകയാണ്. അത് വലിയൊരു മൂവ്മെൻ്റായിരിക്കും. വർഷങ്ങളായിട്ട് നമ്മുടെ രൂപത കളക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് വരുമ്പോൾ അത് ഈ അൽഫോൻസിയൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു ലീപ്പിന്, മുൻപോട്ടുള്ള നടത്തിപ്പിനും കാരണമാകും എന്നെനിക്കുറപ്പുണ്ട്. ഇത് ഫ്രാൻസിസ് അസീസിയുടെ വർഷം കൂടിയാണ്. പരിശുദ്ധ പിതാവ് വലിയ പ്രാർത്ഥനയ്ക്ക് ശേഷം എടുത്തിയ ഒരു തീരുമാനമാണിത്. നമ്മളും അൽഫോൻസാമയും ഈ ഫ്രാൻസിസ്കൻ ട്രഡീഷനിലാണല്ലോ നിൽക്കുന്നത്. അതൊരു മൂവ്മെൻ്റായിട്ട് ലോകം മുഴുവൻ വരാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് അസീസിയിലെ ഫ്രാൻസിസിൻ്റെയും ക്ലാരപ്പൊണ്ണുവിധിയുടെയും എല്ലാം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്നത്. അൽഫോൻസാമയും കുളൈത്താമയും എല്ലാം ആ ഒരു വഴിയിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അൽഫോൻസാമയുടെ ഈ കേന്ദ്രം ബഹുമാനപ്പെട്ട റെക്ടർസിന് വലിയ സാമർഥ്യത്തോടെ അതെല്ലാം സ്വരുക്കൂട്ടി ഒരു കാലത്തും
കാണാത്ത വിധത്തിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ ഞാൻ പറയും ഒരു മർത്ത് അൽഫോൻസ ബേസ് കാറോസൂത്ത പരിശുദ്ധ അൽഫോൻസാമയുടെ ഒരു പ്രഘോഷണ ഭവനമായിട്ട് ഇത് മാറണം. ബേസ് എന്ന് പറഞ്ഞാൽ വീട് ആണ്, കാറോസൂത്ത പ്രഘോഷണമാണ്. അമ്മയുടെ ഒരു പ്രഘോഷണ ഭവനമായിട്ട് ഇതിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതെല്ലാ ഓറട്ടറികളെക്കാളും എക്ലീസിയലായിട്ടും ലിറ്റർജിക്കലായിട്ടും ബിബ്ലിക്കലായിട്ടും റൂട്ടഡായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് പൗരസ്ത്യ സഭകൾക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളിവിടെ 2 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് രൂപകൽപ്പന ചെയ്യുന്ന മ്യൂസിയവും ഈ ഒരു വലിയ അംബ്രല്ല പോലെ നിൽക്കേണ്ട ഈ സംവിധാനം ബേസ് കാറോസൂത്ത മർത്ത് അൽഫോൻസ പരിശുദ്ധ അൽഫോൻസാമയുടെ പ്രഘോഷണ വീട് ആയിട്ട് ഈ ദേശം മുഴുവൻ നമുക്ക് മാറ്റിയെടുക്കണം. അത് സഭയ്ക്ക് ആധികാരികമായ വിശുദ്ധിയും ആത്മീയ മുന്നേറ്റവും ഐക്യവും നൽകും എന്നത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. നമുക്ക് ഈ വർഷത്തിൽ ഫ്രാൻസിസ് അസീസിയെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ആ നാളുകളിൽ ഇവിടം അമ്മയുടെ ഈ കേന്ദ്രം നിരന്തരമായിട്ട് വചന പ്രഘോഷണം നടത്തി. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞതുപോലെ സുവിശേഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ സഹനത്തിൻ്റെ സുവിശേഷം, അതിലൂടെ ദ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഓരോ വ്യക്തിയിൽ നിന്നും പുറത്തെടുക്കാനും അങ്ങനെ ഹൃദയ സമാധാനം കിട്ടുവാനുമായിട്ട് നമുക്ക് നിരന്തരമായിട്ട് പരിശ്രമിക്കാം. ഈ പ്രഘോഷണ ഭവനം ഇപ്പോഴും അതുപോലെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ്റെ ശുശ്രൂഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമുക്ക് കൂടുതൽ ഏകാഗ്രതയും താപസഗുണവും സ്വത്വാത്മക ഭാവങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും നിരന്തര വചന പഠനവും എപ്പോഴുമുള്ള പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ സമർപ്പണവും നമ്മളുടെ സഭയെ റീവലോറൈസ് ചെയ്യും, ഒരു പുത്തൻ ഉണർവ് കൊടുക്കും എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പുണ്ട്. അതിനുള്ള അടിയുറച്ച തീരുമാനമായിരിക്കണം നമ്മുടെ ഈ തിരുനാൾ ആഘോഷം. ഞാൻ പ്രിയപ്പെട്ട അധ്യക്ഷനെ പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ ഓർത്ത് നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പഠിപ്പും വിശുദ്ധിയും സ്വഭാവമേന്മയും മികവും എല്ലാമാണ് ഈ തിരുനാളും ഈ പ്രദേശവുമെല്ലാം ഇതുപോലെ ഐക്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അച്ഛനിവിടെ പറഞ്ഞതുപോലെ 13 അച്ഛന്മാരിവിടെയുണ്ട്. അച്ഛൻ്റെ കൂട്ടത്തിൽ 12 അച്ഛന്മാരെ കൂടെ അഡ്മിനിസ്ട്രേറ്ററായിട്ടും വൈസ് റെക്ടർമാരായിട്ടും സ്പിരിച്വൽ ഫാദേഴ്സായിട്ടും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 13 അച്ഛന്മാരുടെ പ്രവർത്തനത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണിത്. അതുപോലെ വലിയ പള്ളിയിലെ വിയാരിച്ചന് അവിടുത്തെ 2 സ്ഥിതി അച്ഛന്മാർ, അങ്ങനെ 16 അച്ഛന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. അതോടൊപ്പം നമ്മുടെ ഭരണജ്ഞാനം FCC പ്രൊവിൻഷ്യൽ, പാലാ FCC പ്രൊവിൻഷ്യൽ, CCയുടെ ജനറാളമ്മ, അവരുടെ എല്ലാം സാന്നിധ്യവും സഹകരണവും എപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഊർജമാണല്ലോ, തീക്കനലാണല്ലോ അൽഫോൻസാമ. അത് സഭ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്കതിൽ അഭിമാനമുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ഫലമാണിത്. അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവിടെ ഈ നാളുകളിൽ വന്ന നിരവധിയായ ആയിരക്കണക്കിന് ആളുകളെ, വിശ്വാസികളെ, ഇതര മതസ്ഥരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന അച്ഛന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ ജോബി കാപ്പിപ്പറമ്പലച്ഛനും MST നമ്മുടെ കൂട്ടത്തിൽ കുർബാനയിൽ ഉണ്ട്. അച്ഛനിപ്പോൾ സ്പെയിനിലാണ്. അച്ഛൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനും സെക്രട്ടറി അച്ഛനും 1 മാസം മുമ്പ് സ്പെയിനിൽ പരിശുദ്ധ ലിയോ മാർപ്പാപ്പ ആശീർവദിച്ച ആ വലിയ പള്ളിയുടെ അവിടുത്തെ ഈശോയുടെ രൂപത്തിൻ്റെ ടവറിൻ്റെ എല്ലാം കാര്യത്തിൽ പങ്കെടുക്കാനായിട്ടിടയായത്. അച്ഛൻ നമ്മുടെ പാലക്കാരനാണ്. സ്നേഹം അച്ഛൻ ആ പള്ളിയുടെ അസ്ഥ്യന്തിയും അവിടുത്തെ വലിയൊരു കാര്യസ്ഥനുമാണ്. അച്ഛന് സ്പാനിഷ്, കത്തലാന ഭാഷകളെല്ലാം നന്നായിട്ടറിയാം.
ആ വലിയ 10 ലക്ഷം ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമാണിത്. പരിശുദ്ധ പിതാവ് സ്പെയിനിൽ ബർസലോണയിൽ വന്നപ്പോൾ അതിൽ ഞാനും കൂടി ഉണ്ടായിരിക്കണം, ഞാനും വടക്കേൽ പിതാവും ഒക്കെ വേണമെന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ആ വലിയ കരുതൽ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാധാരണമായ ഭാഷാ മികവും ദൈവം കൊടുത്ത കരിസ്മാത്താകൾ, വ്യത്യസ്തമായ താലന്തുകളുമെല്ലാം അവിടെ ചെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അച്ഛനീ കുർബാനയിൽ നമ്മുടെ കൂട്ടത്തിലുള്ളത് ദൈവം തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്നാണ്. ആ അനുഗ്രഹവും ആ കൃപയും ഏറ്റുവാങ്ങാനുള്ള വഴിയാണ്, മാർഗമാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. അമ്മയുടെ പ്രാർത്ഥന ഈശോയിൽ നിന്ന് കൃപകൾ, ഈശോയുടെ അനുഗ്രഹം നമുക്ക് വാങ്ങി തരാനായിട്ടുള്ള നല്ല വഴിയാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.